Hello dears, welcome back to ISKC English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്നുള്ള പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പേപ്പർ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന് വരുന്ന പേപ്പറാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഡിസ്കസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പാറ്റേണിൽ നോട്ട്സ് ബേസ് ചെയ്തിട്ട്, അതായത് നോട്ട്സും ക്ലാസ്സും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന, രണ്ടും കൂടി നൽകുന്ന ഒരു രൂപത്തിലുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും, എന്നാലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നമ്മൾ അറിയണം. എങ്ങനെയെല്ലാമാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്, എത്ര മാർക്കിന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്നുണ്ട്, എന്നാലും നമുക്ക് അതനുസരിച്ചിട്ട് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ആദ്യം സെക്ഷൻ A വരുന്നത് 15 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം, 1 മാർക്ക്. ഇങ്ങനെയാണ് വരുന്നത്. സെക്ഷൻ Bയിൽ വരുന്നത് 2 മാർക്ക് വീതമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ ആൻസർ എനി 5 ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 2 or 3 സെൻറ്റൻസസ്. ഇതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആൻസർ എനി 5, അതായത് 16 മുതൽ 25 വരെ. അപ്പോൾ ഇവിടെ വരുന്നത് 10 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതിൽ എനി 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വരുന്നത് 2 മാർക്കാണ് നമുക്ക് വരുന്നത്, ആൻസർ എനി 5. അടുത്തത് വരുന്നത് 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിൽ ആൻസർ എനി 6 ഓഫ് ദ ഫോളോയിങ് ആണ്, 30 മാർക്കിനാണ് വരുന്നത്. 30 മാർക്കിന് നമുക്ക് വരുന്നത് 12 ക്വസ്റ്റ്യൻസിൽ നിന്നും 6 എണ്ണം, 12 എണ്ണത്തിൽ നിന്നും 6 എണ്ണമാണ് എഴുതേണ്ടത്. കാരണം അത്യാവശ്യം ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇവ നേരത്തെ പറഞ്ഞത് 2 മാർക്കിന് എനി 5 ആണ്. അവിടെ 10 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നമുക്ക് ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത്തെ സെക്ഷനിലും അതുപോലെ തന്നെ ഇരട്ടി തന്നിട്ടാണ്. സെക്ഷൻ Dയിൽ എനി 2 ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്. അതും 10 മാർക്കിനാണ്, 4 എണ്ണം ഉണ്ട്. 4 എണ്ണത്തിൽ നിന്ന് 2 എണ്ണം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പഠിക്കുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ഈ ചോയ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. നമുക്ക് ടോട്ടൽ മാർക്ക് വരുന്നത് ഔട്ട് ഓഫ് 70 ആണ് കേട്ടോ, 70 മാർക്കിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്നുള്ളതാണ് പേര് വരുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വാട്ട് ഈസ് ലിറ്ററേച്ചർ, എന്താണ് സാഹിത്യം എന്നുള്ളതാണ് ഒന്നാമത്തെ ചാപ്റ്റർ, വാട്ട് ഈസ് ലിറ്ററേച്ചർ. അപ്പോൾ ആദ്യം ഇവിടെ ഒരു 14 ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് വേർഡിലോ അല്ലെങ്കിൽ 1-2 സെൻറ്റൻസിലോ ആൻസർ എഴുതേണ്ടത്. ആ ക്വസ്റ്റ്യൻസ് ഞാൻ സാധാരണത്തെ പോലെ തന്നെ അത് ആൻസർ ചെയ്ത് നമുക്ക് തുടങ്ങാം. ഇത് ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ഉള്ള ആളുകളുടെ കൈവശം ക്വസ്റ്റ്യനും ആൻസറും ഉണ്ടായിരിക്കും. ഒന്നാമത്തത് വിച്ച് ഫോം ഓഫ് ലിറ്ററേച്ചർ ഒറിജിനേറ്റഡ് ഫസ്റ്റ്, അതായത് ലിറ്ററേച്ചറിൻ്റെ ഏത് രൂപമാണ് ആദ്യം ഉത്ഭവിച്ചത്. ആൻസർ വരുന്നത് ഓറൽ എന്നുള്ളതാണ്, അതായത് വായ്മൊഴിയായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് എഴുതുന്ന രൂപമല്ല ഓറൽ. രണ്ടാമത്തെ ചോദ്യം ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഹിസ്റ്റോറിക്കൽ പ്ലേ, ഒരു ചരിത്ര നാടകത്തിന് എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ ആണ് ഷേക്സ്പിയേഴ്സ് പ്ലേ ആന്റണി ആൻഡ് ക്ലിയോപാട്ര. ഷേക്സ്പിയറിൻ്റെ ആന്റണി ആൻഡ് ക്ലിയോപാട്ര എന്ന നാടകം ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേ ആണ്. വാട്ട് ഡസ് ദ ടേം ലിറ്ററേച്ചർ മീൻ, ലിറ്ററേച്ചർ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്. റൈറ്റിംഗ് ഫോംഡ് വിത്ത് ലെറ്റേഴ്സ്, അതാണ് ലിറ്ററേച്ചർ, അതായത് അക്ഷരങ്ങൾ കൊണ്ട് രൂപപ്പെടുത്തിയത്, ദാറ്റ് ഈസ് ലിറ്ററേച്ചർ. റൈറ്റിംഗ് ഫോംഡ് വിത്ത് ലെറ്റേഴ്സ്. നാലാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ സ്റ്റോറി ദാറ്റ് യൂസസ്
ആനിമൽസ് ആസ് ക്യാരക്ടേഴ്സ് ആൻഡ് ഹാസ് എ മോറൽ ലെസൺ കോൾഡ് ആസ്. അതായത് ഒരു സ്റ്റോറി, ആ സ്റ്റോറിയിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് മൃഗങ്ങളാണ്. രണ്ടാമത്തേത് ആ പാഠം ഒരു മോറൽ ലെസൺ, ധാർമ്മിക പാഠം, അല്ലെങ്കിൽ ആ സ്റ്റോറി ഒരു ഗുണപാഠം നമുക്ക് നൽകും. അത്തരം സ്റ്റോറീസിനെ നമ്മൾ ഫേബിൾ എന്നാ വിളിക്കുക, ഫേബിൾ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പോയം ലാമെന്റിങ് ദ ഡെത്ത് ഓഫ് സംവൺ കോൾഡ്? ഒരാളുടെ മരണത്തിലെ വിലപിക്കുന്ന കവിത. ലാമെന്റിങ് ദ ഡെത്ത് ഓഫ് സംവൺ, വിലാപകാവ്യം അല്ലെ, ലാമെന്റ്, വിലപിക്കാം. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് എലിജി എന്നാണ് പറയാ. എന്താ പറയാ? എലിജി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പോയം അബൌട്ട് റസ്റ്റിക് ലൈഫ്? റസ്റ്റിക് ലൈഫ് എന്ന് പറഞ്ഞാൽ റൂറൽ ലൈഫ്, ഗ്രാമീണ ജീവിതം പ്രതിപാദിക്കുന്ന കവിത. അത്തരമൊരു കവിതയ്ക്ക് എന്താണ് പറയാ? റസ്റ്റിക് ലൈഫ് പ്രതിപാദിക്കുന്ന കവിത. ആൻസർ ആണ് ഇഡിൽ എന്നാണ് പറയാ. ഇഡിൽ, IDYLL, ഇഡിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മിത്തോളജി? മിത്തോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സ്റ്റോറി ഓഫ് ഗോഡ്സ് ആൻഡ് ഗോഡസസ്. സ്റ്റോറി ഓഫ് ഗോഡ്സ് ആൻഡ് ഗോഡസസ്, അതാണ് എന്ത്? മിത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവങ്ങളും അതുപോലെ തന്നെ ഗോഡസസും, ദേവതകളും അതുപോലെ തന്നെ ദേവന്മാരും. അടുത്ത ക്വസ്റ്റ്യൻ, മൂവീസ് ആർ എക്സാമ്പിൾസ് ഓഫ് വിച്ച് ഫോം ഓഫ് ലിറ്ററേച്ചർ? മൂവീസ്, സിനിമകള് ലിറ്ററേച്ചറിന്റെ ഏത് തരത്തിലാണ് വരിക? അതായത് മൂവീസ് വാട്ട് ടൈപ്പ് ഓഫ് ലിറ്ററേച്ചർ? എക്സാമ്പിൾ വരുന്നത്, മൂവീസ് വരുന്നത് വിഷ്വൽസിലാണ് വരുന്നത്, വിഷ്വൽസ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ജോണർ. വേർഡ് വായിച്ച് ശ്രദ്ധിച്ചില്ലേ? നെയിം ദ ജോണർ ഓഫ് പോയട്രി ദാറ്റ് കമ്മ്യൂണിക്കേറ്റ്സ് പേഴ്സണൽ ആൻഡ് എമോഷണൽ ഫീലിങ്സ്. അതായത് വ്യക്തിപരമായിട്ടുള്ള ഇമോഷൻസും അതുപോലെ തന്നെ ഫീലിങ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കവിതയ്ക്ക് എന്തു പറയുന്നു? ഏത് തരമാണത്? പേഴ്സണൽ ആൻഡ് എമോഷണൽ ഫീലിങ്സ്. അത് ഏത് ടൈപ്പാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറിക്കാണ്. എന്താണ് പറയാം? എമോഷൻസ് ആൻഡ് ഫീലിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ലിറിക്കാണ്. അടുത്തത്, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഓറൽ ഫോം ഓഫ് ലിറ്ററേച്ചർ. ഓറൽ ഫോം അതായത് വായ്മൊഴിയായിട്ടുള്ള സാഹിത്യം. വായ്മൊഴി, വായ്മൊഴി, വരമൊഴി, വായ്മൊഴിയായിട്ടുള്ള സാഹിത്യത്തിനുള്ള എക്സാമ്പിൾ. എക്സാമ്പിൾ ആണ് ബാലഡ്, ബാലഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പോയം ഓഫ് 14 ലൈൻസ് കോൾഡ്? 14 വരി മാത്രമുള്ള കവിത, 14 വരികളുള്ള കവിത. അത്തരം കവിതകളെ എന്താണ് വിളിക്കുന്നത്? ആൻസർ സോണറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ നറേറ്റീവ്? ഷോർട്ടർ ദാൻ എ നോവൽ ബട്ട് ലോങ്ങർ ദാൻ ഷോർട്ട് സ്റ്റോറി. അതായത് ചെറുകഥയേക്കാൾ വലുതും നോവലിനേക്കാൾ ചെറുതും. അത്തരം സാഹിത്യത്തെ എന്താണ് വിളിക്കുക? നോവലിനോളം വലിപ്പമില്ല, നോവലിനേക്കാളും ചെറുതാണ്, എന്നാൽ ഷോർട്ട് സ്റ്റോറിയേക്കാളും വലിപ്പമുണ്ട്. അതാണ് നോവെല്ല. എന്താണ്? നോവെല്ല. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലൈഫ് സ്റ്റോറി ഓഫ് എ പേഴ്സൺ റിട്ടൺ ബൈ സംവൺ എൽസ് കോൾഡ്? ഒരാളുടെ ജീവചരിത്രം മറ്റൊരാൾ എഴുതിയാൽ, എൻ്റെ ജീവചരിത്രം മറ്റൊരാൾ എഴുതി കഴിഞ്ഞാൽ വാട്ട് ഈസ്, എന്താണത്? അതാണ് ബയോഗ്രഫി. ഒരു കാര്യം ഇവിടെ വരാത്ത ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ജീവചരിത്രം ഞാൻ തന്നെ എഴുതിയാൽ ഓട്ടോബയോഗ്രഫി. അടുത്തത്, വാട്ട് ഈസ് എ പ്ലേ ഹാവിങ് ക്യാരക്ടേഴ്സ് ഫ്രം ഹിസ്റ്ററി കോൾഡ്? ഒരു നാടകം, പ്ലേ എന്ന് പറഞ്ഞാൽ നാടകം എന്നാട്ടോ. സാധാരണ നമ്മൾ പറയാ പ്ലേ എന്ന് പറയുമ്പോൾ കളി, നാടകം എന്ന അർത്ഥമുണ്ട് കേട്ടോ. നാടകം എഴുതുന്ന ആൾക്ക് പ്ലേ റൈറ്റ്, WRIGHT, പ്ലേ റൈറ്റ് ഓർ ഡ്രമാറ്റിസ്റ്റ്. നോക്കൂ, ഒരു പ്ലേ, ഒരു നാടകം, അതിലെ ക്യാരക്ടേഴ്സ് ചരിത്രത്തിൽ നിന്നും എടുത്തവരാ. ക്യാരക്ടേഴ്സ് ഫ്രം ഹിസ്റ്ററി. ഇപ്പൊ പഴശ്ശിരാജ പോലെ ക്യാരക്ടേഴ്സ് ഫ്രം ഹിസ്റ്ററി. അങ്ങനത്തെ ഒരു പ്ലേയെ എന്താണ് വിളിക്കുക?
ആൻസർ ആണ് ഹിസ്റ്റോറിക്കൽ പ്ലേ. എന്താ വിളിക്കുക? ഹിസ്റ്റോറിക്കൽ പ്ലേ. അപ്പോൾ ഇത്രയും ഷോർട്ട് ക്വസ്റ്റ്യൻസ് പഠിച്ചു വെക്കണം, ശ്രദ്ധിക്കുക. 15 ചോദ്യങ്ങളിൽ 10 എണ്ണം അത് മറക്കണ്ട. ഇനി 2 മാർക്സിന് വരുന്ന ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ലിറ്ററേച്ചർ. എന്താണ് സാഹിത്യം? ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? The word literature is derived from the Latin word literatura. ലാറ്റിൻ പദമായിട്ടുള്ള ലിറ്ററേറ്റുറ. എന്താണ് ലാറ്റിൻ പദത്തിന്റെ അർത്ഥം? മീൻസ് റൈറ്റിംഗ് ഫോംഡ് വിത്ത് ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഫോം ചെയ്ത എഴുത്ത്. റൈറ്റിംഗ്സ് ഫോംഡ് വിത്ത് ലെറ്റേഴ്സ് എന്ന അർത്ഥം വരുന്ന ഗ്രീക്ക് പദമായിട്ടുള്ള ലിറ്ററേറ്റുറ. ഈ പദത്തിൽ നിന്നുമാണ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഡിറൈവ് ചെയ്തത്, രൂപപ്പെട്ടു വന്നത്. ലിറ്ററേച്ചർ ഈസ് ഡിഫൈൻഡ് ആസ്, ലിറ്ററേച്ചറിനെ നിർവചിച്ചിരിക്കുന്നത് ആസ് റിട്ടൺ വർക്ക്സ്, എഴുതപ്പെട്ട വർക്കുകളാണ്, റിട്ടൺ വർക്ക്സ് ആണ്. എസ്പെഷ്യലി ദോസ് കൺസിഡേർഡ് ഓഫ് സുപ്പീരിയർ ഓർ ലാസ്റ്റിംഗ് ആർട്ടിസ്റ്റിക് മെറിറ്റ്. അതായത് ഉയർന്ന അല്ലെങ്കിൽ ലാസ്റ്റിംഗ് എന്നെന്നും നിലനിൽക്കുന്ന ആർട്ടിസ്റ്റിക് മെറിറ്റ്, അതായത് കലാപരമായിട്ടുള്ള മെറിറ്റുള്ള, കലാപരമായിട്ടുള്ള ഗുണമുള്ള, കലാമൂല്യമുള്ള, ആർട്ടിസ്റ്റിക് മെറിറ്റ്, കലാമൂല്യമുള്ള, അതുപോലെ തന്നെ ലാസ്റ്റ് ചെയ്യുന്ന, എവർ ലാസ്റ്റിംഗ്, ആ മൂല്യം നീണ്ടു നിൽക്കുന്ന, സുപ്പീരിയർ, ഉയർന്ന നിലവാരമുള്ള വർക്കുകളെയാണ് നമ്മൾ ലിറ്ററേച്ചർ കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്, സാഹിത്യം എന്ന് പറയുമ്പോൾ. ഇറ്റ് കോംപ്രൈസസ്, ഇതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നത് ദ വ്യൂസ്, ഒപ്പീനിയൻസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹൂ ലിവ്ഡ് ഡ്യൂറിങ് എ പീരീഡ്. ഒരു നിശ്ചിത കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ അവരുടെ താല്പര്യങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ വ്യൂസ്, അവരുടെ കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം അവർ എഴുതി വെക്കുന്നത് ഇതിൽ ഉൾക്കൊള്ളുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറെന്റ് ജോണേഴ്സ് ഓഫ് ലിറ്ററേച്ചർ? ജോണേഴ്സ് മീൻസ് ടൈപ്സ് ഓർ കൈൻഡ്സ്. ലിറ്ററേച്ചറിന്റെ വ്യത്യസ്തമായ തരങ്ങൾ ഏതൊക്കെയാ? എക്സ്പ്ലെയിൻ. എക്സാമിന് 5 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ, എസ് എ ആയിട്ടും ചോദിക്കാം, ഒരുപാട് എഴുതാണ്ടാവും. അപ്പോൾ ലിറ്ററേച്ചറിന്റെ ജോണർ ടൈപ്പുകൾ ഏതൊക്കെയാണ്? ദ മെയിൻ ജോണേഴ്സ് ഓഫ് ലിറ്ററേച്ചർ ആർ, ലിറ്ററേച്ചറിന്റെ പ്രധാനപ്പെട്ട ടൈപ്പുകൾ പോയട്രി, പ്രോസ്, ഡ്രാമ, ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. ഇതൊക്കെയാണ് ലിറ്ററേച്ചറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോൾ ഏതൊക്കെയാണ്? പോയട്രി വരും, പ്രോസ് വരും. പോയട്രി എന്ന് പറഞ്ഞാൽ കവിത, ആ ഒരു വിഭാഗത്തെയാണ് നമ്മൾ പോയട്രി എന്ന് വിളിക്കുക. ഞാനൊരു വീഡിയോയിൽ പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു ടൈപ്പിന്റെ പേരാണ് പോയട്രി. അപ്പോൾ പോയം എന്ന് പറയുന്നതോ ആ ടൈപ്പിൽ വരുന്ന ഒന്നിനെയാണ് നമ്മൾ പോയം എന്ന് വിളിക്കുക. പിന്നെ പ്രോസ്, പ്രോസ് നിങ്ങൾക്ക് അറിയാലോ, എസ് എ ടൈപ്പിലുള്ള ലാംഗ്വേജ്. കാരണം പ്രോസും പോയട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന ലാംഗ്വേജിലാണ്. ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡ്രാമ, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ. ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവലുകളും കഥകളും വരുന്ന വിഭാഗമാണ് ഫിക്ഷൻ. നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്സേകളും അതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫി ഒക്കെയാണ് നോൺ ഫിക്ഷനിൽ വരിക കേട്ടോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന്, കാരണം എക്സ്പ്ലെയിനും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് 5നും 10നൊക്കെ ആൻസർ ആയിട്ട് ഉൾക്കൊള്ളിക്കാം. അപ്പോൾ ചോദിക്കുന്ന ആൻസറിന്റെ വലുപ്പം മാർക്ക് നോക്കി നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ എടുക്കുന്നത് പോയട്രി ആണ്. പോയട്രി ഫസ്റ്റ്. ഇറ്റ് ഈസ് എ ഫോം ഓഫ്, എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുക കേട്ടോ. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ആർട്ട് വിച്ച് മേക്സ് യൂസ് ഓഫ് എസ്തെറ്റിക് ഫീച്ചേഴ്സ് ഓഫ് ലാംഗ്വേജ്. അതാണ് പോയട്രിയുടെ പ്രത്യേകത. പോയട്രി എന്ന് പറയുമ്പോൾ അതൊരു കലാരൂപമാണ്, ഫോം ഓഫ് ആർട്ടാണ്. വിച്ച് മേക്സ് യൂസ് ഓഫ് എസ്തെറ്റിക് ഫീച്ചേഴ്സ് ഓഫ് ലാംഗ്വേജ്. അതിൽ ലാംഗ്വേജിൻ്റെ എസ്തെറ്റിക് ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും.
അതായത് ലാംഗ്വേജിനെ ആസ്വാദനകരമാക്കുന്നത്, ലാംഗ്വേജിനെ ഭംഗി കൂട്ടുന്നത്. എസ്തെറ്റിക്, ആസ്വാദനകരം, അതിനെ ഭംഗി കൂട്ടുക, അതിനെ ആസ്വാദനകരമാക്കുക. അപ്പം അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഫീച്ചേഴ്സ്, അതിൻ്റെ സവിശേഷതകൾ ഇവിടെ നമുക്ക് പോയട്രിയുടെ ലാംഗ്വേജിൽ കാണാൻ പറ്റും. സച്ചാസ് ഏതൊക്കെയാണ് എസ്തെറ്റിക് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, പോയട്രിയുടെ ലാംഗ്വേജിൽ റിതം ഉണ്ടായിരിക്കും, താളം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ മീറ്റർ ഉണ്ടായിരിക്കും. അതായത് നമ്മൾ വൃത്തം എന്നൊക്കെ പറയില്ലേ, അപ്പം ഇംഗ്ലീഷിൽ മീറ്ററുകൾ വരുന്നുണ്ട്, പെൻഡാമീറ്റർ, എക്സാമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പോൾ തൽക്കാലം നിങ്ങൾ അത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതൊക്കെ ഉപയോഗിക്കും എന്തിനു വേണ്ടിയിട്ടാ? ഇൻ ഓർഡർ ടു ഇൻഡ്യൂസ് മീനിങ്സ്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേക അർത്ഥങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറി പോലെ അല്ല കവിത. കവിതയ്ക്കുള്ളിൽ മീനിങ് ഇൻഡ്യൂസ് ചെയ്യും, അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കും, അതിന് ഇന്നർ മീനിങ്സും അതുപോലെ തന്നെ എക്സ്റ്റേണൽ മീനിങ്സും അതിന് അർത്ഥങ്ങളുടെ തലങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് അതിൽ പല ലാംഗ്വേജിന്റെ എസ്തെറ്റിക് ഫീച്ചേഴ്സ് ആയിട്ടുള്ള റിതം, മീറ്റർ ഒക്കെ ഉപയോഗിക്കുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഭാഷ ഉപയോഗിച്ചിട്ട് എഴുതുന്ന ഒരു കലാരൂപമാണ് പോയട്രി. ദ മഹാഭാരത ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ഇന്ത്യൻ എപ്പിക് പോയം. അതായത് ഇന്ത്യൻ എപ്പിക് പോയമാണ്. എപ്പിക് എന്താന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. മഹാഭാരതം ഒരു എപ്പിക് പോയമാണ്. മഹാഭാരതം പോയമാണ്, വരുന്ന കാറ്റഗറിയാണ് ഇത് എപ്പിക് പോയം. അപ്പൊ എക്സാമ്പിൾ ആണ് മഹാഭാരത. ഇനി പോയത്തിൽ വരുന്ന ടൈപ്പുകളാണ്. ഏതെല്ലാം ടൈപ്പ് പോയംസ് പോയട്രിയിൽ വരുന്നുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള കവിതകളാണ് പോയട്രിയിൽ വരുന്നത്? ഒന്നാമത്തേത് നരേറ്റീവ് വരുന്നുണ്ട്. നരേറ്റീവ്. A narrative poem is a poem that tells us a story using poetic devices like rhythm, meter and imagery. എന്താണ് നരേറ്റീവ് പോയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നരേറ്റീവ് പോയം എന്ന് പറയുമ്പോൾ അതൊരു പോയമാണ്. ആ പോയത്തിൽ പോയറ്റിക് ഡിവൈസസ് ലൈക്ക് റിതം, മീറ്റർ, ഇമാജറി, ഇതെല്ലാം പോയറ്റിക് ഡിവൈസസ് ആണ്. കവിതയിൽ വരുന്ന അലങ്കാരങ്ങളാണ്. ഈ കവിതയിൽ വരുന്ന അലങ്കാരങ്ങളെല്ലാം നരേറ്റീവ് പോയത്തിൽ ഉപയോഗിക്കും. പക്ഷെ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ പോയത്തിൽ ഒരു കഥ പറയുന്നു. കഥ കവിതയ്ക്കുള്ളിലുണ്ടായിരിക്കും. നരേറ്റീവ് പോയം ഈസ് എ പോയം ദാറ്റ് ടെൽസ് എ സ്റ്റോറി. ആ കവിതയിൽ ഒരു കഥ പറയും, പക്ഷെ അപ്പോഴും അതിൽ യൂസിങ് പോയറ്റിക് ഡിവൈസസ് ലൈക്ക് റൈം, മീറ്റർ ആൻഡ് ഇമാജറി. ദ എൻറ്റയർ സ്റ്റോറി ഈസ് നറേറ്റഡ്. ആ മുഴുവൻ കഥയും, ആ കഥ മുഴുവൻ അവിടെ നരേറ്റ് ചെയ്യും, മുഴുവൻ അവിടെ വിവരിക്കും അല്ലെങ്കിൽ പറയും. ഫ്രം ദി പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദി നരേറ്റർ ഓർ ദി ക്യാരക്ടേഴ്സ്. അതായത് ഒന്നുകിൽ ആ നരേറ്റർ, ആരാണോ നരേറ്റർ, ചില കവിതകൾ എന്ന് പറയുമ്പോൾ കവി ആയിരിക്കും നരേറ്റർ, അല്ലെങ്കിൽ ആ കവിതയിലെ ഏതെങ്കിലും ക്യാരക്ടർ ആയിരിക്കും നരേറ്റർ. ഒന്നുകിൽ നരേറ്ററുടെ അല്ലെങ്കിൽ ആ കവിതയിലെ കഥാപാത്രങ്ങളുടെ വ്യൂ പോയിന്റ്, ആ ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും കഥ മുഴുവനും നരേറ്റ് ചെയ്യുക. നരേറ്റീവ്, ഇങ്ങനെ ഒരു നരേറ്റീവ് എന്ന് പറയുമ്പോൾ, നരേറ്റീവ് എന്ന് പറഞ്ഞാൽ വിവരണം എന്നാണ്. കവിതയിലെ കഥ വിവരിക്കാം. ഇങ്ങനെ ഒരു നരേറ്റീവ് എന്ന് പറയുമ്പോൾ മേ ബി ലോങ് ഓർ ഷോർട്ട്. ലോങ് ആവാം, ഷോർട്ട് ആവാം, ചെറുതുമാവാം, ലോങ് ആവാം, ഷോർട്ട് ആവാം. മാത്രമല്ല ഡീലിംഗ് വിത്ത് സിമ്പിൾ ഓർ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ്. ആ കഥയ്ക്ക് അകത്ത് ചിലപ്പോൾ ഒന്നുകിൽ സിമ്പിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ലളിതം, അല്ലെ സിമ്പിൾ ലളിതമായിട്ടുള്ളത്, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് സങ്കീർണമായിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ അതിനകത്ത് വരാം. ചിലപ്പോൾ സിമ്പിൾ ആയിരിക്കാം, ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കാം, എന്തും വരാം. ഇനി എക്സാമ്പിൾസ്: നോവൽസ്, സ്റ്റോറീസ്, എപ്പിക്സ്, ബാലഡ്സ്, ഇഡിൽസ് ആൻഡ് ലിറിക്സ് ആർ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നറേറ്റീവ്സ്. ഇവയെല്ലാം വ്യത്യസ്ത തരത്തിലുള്ള നറേറ്റീവുകളാണ്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നറേറ്റീവ്, ഇവയെല്ലാം
നരേറ്റീവിൻ്റെ പല പല തരങ്ങളാണ്. അപ്പോൾ നമ്മൾ പോയത്തിൽ ആദ്യം ഡിസ്കസ് ചെയ്തത് നറേറ്റീവ് എന്താണെന്നാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എപ്പിക് എന്താണെന്നുള്ളതാണ്. അപ്പോൾ പോയത്തിലെ രണ്ടാമത്തെ ടൈപ്പാണ്. അത് പോയത്തിനുള്ളിൽ വരുന്നതാ. ഒന്ന് നറേറ്റീവ് പോയം, അടുത്തത് എപ്പിക് പോയം. എപ്പിക് പോയം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ലോങ് നറേറ്റീവ് പോയം. ഇതൊരു വലിയ നറേറ്റീവ് പോയം. അപ്പോൾ ഇതിനകത്ത് വലിയ കഥ പറയുന്നുണ്ടാവും അല്ലെ. മഹാഭാരത നമ്മൾ പറയില്ലേ, മഹാഭാരത യുദ്ധം അല്ലെ. അപ്പോൾ ഇതിനകത്ത് ഒരു ലോങ് നറേറ്റീവ് പോയമാണിത്. എന്താ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ എ ഗ്രേറ്റ് ആൻഡ് സീരിയസ് സബ്ജക്റ്റ്. ഇതിലെ വിഷയം എപ്പിക് എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേറ്റ് വലിയ വിഷയമായിരിക്കും ഇതിൽ പറയുന്നത്. ഇപ്പൊ മഹാഭാരത യുദ്ധം അല്ലെ, അവിടെ പറയപ്പെടുന്നത് ഒരു മഹത്തായിട്ടുള്ള അല്ലെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതാണ് ഇവിടെയും പറയുന്നത്. വളരെ ഗൗരവമുള്ള സബ്ജക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേറ്റ്. ചിലപ്പോൾ ഇതിൽ കഥാപാത്രങ്ങൾക്കിടയിൽ ദൈവങ്ങളും ദേവന്മാരും ഒക്കെ വരും. അപ്പൊ അത്തരത്തിലുള്ള ഗ്രേറ്റ് ആൻഡ് സീരിയസ് സബ്ജക്റ്റ്, അത്തരം വിഷയമായിരിക്കും എന്ത് ചെയ്യുന്നത് റിലേറ്റഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം നരേറ്റഡ് എന്ന അത്തരം ഒരു കഥയായിരിക്കും എന്ത് ചെയ്യുന്നത്. അപ്പൊ റിലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും റിലേറ്റ് ബന്ധം എന്നായിരിക്കും. അപ്പൊ ഇവിടെ അർത്ഥം വിവരിക്കുക. റിലേറ്റഡ് അതും എങ്ങനെയാണ് വിവരിക്കുന്നത്? ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കഥ വിവരിക്കുകയാണ്. എങ്ങനെ വിവരിക്കുന്നത്? ഇൻ എ ഗ്രാൻഡ് സ്റ്റൈൽ, അതായത് ഒരു മഹത്തായ സ്റ്റൈലില്, സാധാരണ ഒരു നിലവാരത്തിലല്ല, ഒരു ഉയർന്ന സ്റ്റൈലിലായിരിക്കും. ഒരു ഗ്രാൻഡ് സ്റ്റൈലില് ഒരു സീരിയസ് സ്റ്റോറി നറേറ്റ് ചെയ്യുന്ന ലോങ് പോയമാണ് എപ്പിക്. എപ്പിക് പ്രസൻസ് എപ്പിക്കില് ഉണ്ടായിരിക്കും. എന്താണ് എപ്പിക് പ്രസന്റ് ചെയ്യുന്നത്? ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹീറോസ്. അതായത് എപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോസിന്റെ സാഹസികതകളാണ്. അഡ്വഞ്ചേഴ്സ് ഓഫ് ഹീറോസ്, ഹീറോസിന്റെ സാഹസികതകളാണ് എവിടെ ഉള്ളത്? എപ്പിക്കിലുള്ളത്. ദ പ്രോട്ടാഗണിസ്റ്റ് ഓഫ് ആൻ എപ്പിക്, ഒരു എപ്പിക്കിലെ പ്രോട്ടാഗണിസ്റ്റ് മീൻസ് ഹീറോ. നമ്മൾ ഹീറോക്ക് പറയുന്ന ഒരു പദമാണ് പ്രോട്ടാഗണിസ്റ്റും വില്ലന് പറയുന്നത് ആന്റഗോണിസ്റ്റ്. അവ ഒരു എപ്പിക്കിലെ പ്രോട്ടോഗണിസ്റ്റ് ഹീറോ, ഹീസ് എന്താ ഹീറോയുടെ പ്രത്യേകത? ഈസ് ഹീറോയിക്കലി ലാർജർ ദാൻ ലൈഫ്. അയാള് ജീവിതത്തെക്കാൾ വലുതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ലൈഫിനേക്കാൾ പ്രാധാന്യമുണ്ടായിരിക്കും. ആ വ്യക്തി ലൈഫിനേക്കാൾ എന്തായിരിക്കും? ഗ്രേറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി നോക്കൂ എപ്പിക്കിനുള്ള എക്സാമ്പിളുകൾ ഏതൊക്കെയാ? ഒന്ന് ഹോമേഴ്സ് ദ ഇലിയഡ്, ഹോമറിന്റെ ഇലിയഡ്. അതുപോലെ തന്നെ ഹോമറിന്റെ തന്നെ ദ ഒഡീസിയും. അപ്പൊ ഇതിൽ നമുക്ക് ഹോമറിന്റെ ഇലിയഡിലെ അക്വിലിസിനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അക്വിലിസ് ഗ്രേറ്റ് വാരിയറാ, വലിയ യോദ്ധാവാണ് അയാൾ. അയാൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ലൈഫിനേക്കാൾ പ്രാധാന്യം അക്വിലിസിനുണ്ട്. അത്തരത്തിലുള്ള ഒരു ഹീറോയുടെ അഡ്വഞ്ചർസ് പറയുന്ന ലോങ് നറേറ്റീവ് പോയമാണ് എപ്പിക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ടിങ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കിനി തുടർന്നും നമ്മൾ ഇതിന്റെ ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ നമുക്ക് ഞാൻ നോട്ട് നൽകുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. ആദ്യത്തെ ക്ലാസ് അല്ലേ, അപ്പൊ ഒരു വലിയ ലോങ് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് ഇനി എന്ത് ചെയ്യണം, നല്ല രീതിയിലൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്നത്തെ ക്ലാസ്സിന്റെ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയിക്കൂ. ആദ്യമായി നമ്മൾ തുടങ്ങി വെക്കല്ലേ, സ്റ്റാർട്ട് ചെയ്ത ഒരു പേപ്പറാണ്. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാം. പ്രധാനമായിട്ടും നിങ്ങളെ ഫ്രണ്ട്സ് അറിയാത്തവർ കോഴ്സ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒരു സഹായമാവട്ടെ. അവർക്കൊക്കെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ ഓൾ.